നമസ്കാരം. ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ്. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ യേഷ് ആറ്റിഡ് പാർട്ടിയുടെ പ്രതിവാര യോഗത്തിന് മുന്നോടിയായാണ് ഇസ്രായേൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ലാപിഡ് രംഗത്തെത്തിയത്. യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ തിരികെ കൊണ്ടുവരാനുള്ള സമയമാണിത്. ഇപ്പോഴും ഗസയിൽ തുടരുന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. ബന്ദിമോചനത്തിനുള്ള കരാറുണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. യുദ്ധം തുടരുന്നതിലൂടെ ഇനിയൊരു നേട്ടവും നേടാനില്ല, പകരം ദോഷം മാത്രമാണുള്ളത്. സുരക്ഷാ മേഖലയിലും രാഷ്ട്രീയ സാമ്പത്തിക മേഖലയ്ക്കും നാശനഷ്ടം മാത്രമാണുള്ളത്. ഗസയിൽ ഒരു ബദൽ സർക്കാർ ഇല്ലാത്തിടത്തോളം കാലം ഹമാസിനെ ഇല്ലാതാക്കാനാവില്ല. ഗസ മുനമ്പിൽ IDFനെ വീണ്ടും വിന്യസിക്കാനും ഹമാസിനെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ദീർഘകാല പദ്ധതി രൂപീകരിക്കണം. ഇതിനു പുറമെ സ്വമേധയായുള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുകയും വേണം, ലാപിഡ് ആവശ്യപ്പെട്ടു. എല്ലാ ദിവസവും നമ്മുടെ സൈനികർ കൊല്ലപ്പെടുന്നത് എന്തിനാണ്? ഹമാസിനെ ഇല്ലാതാക്കുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നു. പക്ഷെ ഒരു ബദൽ സർക്കാർ ഗസയിൽ പ്രവേശിക്കാത്തിടത്തോളം കാലം ഹമാസ് ഇല്ലാതാകില്ല. മറ്റ് അറബ് രാജ്യങ്ങൾക്കൊപ്പം ഈജിപ്തിനെയും ഉൾപ്പെടുത്തി ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതി ഒരു വർഷം മുമ്പെങ്കിലും നമ്മൾ ആരംഭിക്കേണ്ടതായിരുന്നു. തീവ്ര വലതുപക്ഷ മന്ത്രിമാർ ഗസ പിടിച്ചടക്കി എന്നേക്കുമായി ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം. എന്നാൽ അങ്ങനെ ചെയ്താൽ സൈനികർ കൊല്ലപ്പെടുന്നത് തുടരും. ഇസ്രയേലി നികുതിദായകരും മധ്യവർഗവുമാണ് അതിൻ്റെ സാമ്പത്തിക ചെലവ് വഹിക്കേണ്ടി വരിക. യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കി ബന്ദിമോചന കരാർ ഉണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബന്ദിമോചനമാണ് പ്രധാന ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. എന്നാൽ US സമ്മർദ്ദവും ജനങ്ങളുടെ പ്രതിഷേധവും തണുപ്പിക്കാനുള്ള പ്രതികരണം മാത്രമാണിതെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേൽ മന്ത്രിസഭയിലും വെടിനിർത്തൽ സംബന്ധിച്ച ഭിന്നത തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.